അങ്ങയുടെ വചനം ഞങ്ങളെ പഠിപ്പിച്ചു തരുന്നതിനായിട്ട് അങ്ങനെ സ്തുതിക്കുന്നു. കർത്താവെ, വചനം അനുസരിച്ച് ഞങ്ങൾ ജീവിക്കുവാൻ, ഞങ്ങളുടെ ജീവിതങ്ങൾ ട്രാൻസ്ഫോംഡ് ആവാൻ കർത്താവെ ഞങ്ങൾക്ക് കൃപ തരണേ. ഞങ്ങൾക്ക് തനിയെ അത് പറ്റില്ല. കർത്താവ് ഞങ്ങളെ സഹായിക്കാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ ആമേൻ. ഇന്നത്തെ വചന ധ്യാനത്തിനായിട്ട് സങ്കീർത്തനം 32 നമുക്ക് ചിന്തിക്കാനുള്ളത്. 32 സങ്കീർത്തനം. 32 സങ്കീർത്തനത്തിന്റെ ഒരു പ്രത്യേക വാക്യം ഇനി ഈ ഒരാഴ്ച ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, കർത്താവ് ഈ കഴിഞ്ഞ ആഴ്ച അങ്ങ് എന്നെ ഏത് രീതിയിലാണ് നടത്തിയതെന്ന്. അപ്പൊ എന്റെ ഒറ്റ വാക്യം എന്റെ മനസ്സിൽ വന്ന 8-ാം വാക്യം. 8-ാം വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗം ആദ്യം വായിക്കാം. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. Psalms 32 verse 8. ഇങ്ങനെ വേഴ്സ് 3. I will counsel you with my eye upon you. ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഞാൻ ഒരു കൊച്ചു കുഞ്ഞിനെയും കൊണ്ട് പിന്നെ ഞങ്ങൾക്ക് ഒരു ചെറിയ മകളുണ്ട് വീട്ടിലെ കുഞ്ഞ്. അപ്പൊ ആ കുഞ്ഞിനെ താഴെ ഇരുത്തിയാൽ പോലും എല്ലാ സമയത്തും ഞങ്ങളുടെ കണ്ണ് അതിന്റെ മേല. അതായത് സോഫയുടെ അടിയിലോട്ട് പോയി തലയിടിക്കുന്നുണ്ടോ, മറിഞ്ഞു വീഴുന്നുണ്ടോ, എന്തെങ്കിലും ഉറുമ്പ് കടിക്കുന്നുണ്ടോ, കൊതുക് കടിക്കുന്നുണ്ടോ, ഇങ്ങനെ അവർ ഐ ഇസ് ഓൺ ഹെർ. ഞങ്ങളുടെ ദൃഷ്ടി കുഞ്ഞിന്റെ മേലെയാ. കർത്താവ് ഇവിടെ പറയുക, ഐ വിൽ കൗൺസിൽ യു വിത്ത് മൈ ഐ അപ്പോൺ യു. അത് എന്തൊരു വലിയ ഭാഗ്യമാണെന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു. പക്ഷെ അത് എങ്ങനെ, ആർക്കാ ഇങ്ങനെ ഒരു ഭാഗ്യമുള്ളത്? ദൈവത്തിന്റെ കണ്ണ്. അതായത് പോകുന്ന വഴി ഇങ്ങോട്ട് തെറ്റിപ്പോയാൽ കർത്താവ് തിരിച്ചു പിന്നെ ഇങ്ങോട്ടാക്കും. വേറെ ഏതെങ്കിലും തീരുമാനം എടുത്താൽ കർത്താവ് അതിനെ ബ്ലോക്ക് ചെയ്യും. ഇങ്ങനെ കർത്താവിന്റെ ഒരു ദൃഷ്ടി വെക്കുന്ന ആൾ ആരാന്ന് ചിന്തിക്കുമായിരുന്നു. 1-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ നമുക്കത് കോണ്ടെക്സ്റ്റിൽ മനസ്സിലാവും. ദാവീദിന്റെ സങ്കീർത്തനം നമുക്കറിയാം, മുകളിൽ എഴുതിയിട്ടുണ്ട്. ദാവീദ് ആദ്യം പറയുന്ന ഒരു കാര്യമുണ്ട് 1-ാം വാക്യത്തില്, ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അതായത് ഏറ്റവും തന്റെ ആത്മാവും ദൈവവുമായിട്ട് ഒരു സ്ട്രെയിൻ ഇല്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ. നമുക്ക് സാധാരണ സ്ട്രെയിൻ എപ്പോഴാണ് ഉണ്ടാകുന്നത്? മനുഷ്യരോടൊരു സ്ട്രെയിൻ ഉള്ളപ്പോഴാണ് ദൈവത്തോടൊരു സ്ട്രെയിൻ ഉണ്ടാകുന്നത്. നമുക്ക് ഫുള്ളായിട്ട് ഫ്രീ ആകാൻ പറ്റുന്നില്ല. അപ്പം ഒന്നുകിൽ മനുഷ്യരോട് സ്ട്രെയിൻ, അല്ലെങ്കിൽ മനുഷ്യരുടെ കൂടെ നമ്മൾ തെറ്റ് ചെയ്തു, ഒരു പാപമുണ്ട് നമ്മുടെ ഹൃദയത്തിൽ. പലപ്പോഴും ദൈവത്തോടുള്ള തെറ്റെന്ന് പറയുമ്പോൾ മനുഷ്യരോടുള്ള പാപമാണല്ലോ ദൈവത്തോടും പാപം ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ദാവീദ് കുറെ നാളുകള് ഈ അകൃത്യം മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നു. താന് അകൃത്യത്തിൽ അങ്ങ് ഉല്ലസിക്കുമായിരുന്നു, അകൃത്യത്തിൽ അങ്ങ് രസിക്കുമായിരുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതവും അങ്ങനെയാണ്. ഒരു ഇൻഫീരിയർ പ്ലഷർ ആണ് ഒരു തെറ്റ് ചെയ്തിട്ട് ആ തെറ്റിന്റെ സന്തോഷം അനുഭവിക്കുക. അതേസമയം സുപ്പീരിയർ പ്ലഷർ ആണ് ദൈവ വഴികളിൽ നടക്കുക എന്ന് പറയുന്നത്. അപ്പൊ ദാവീദ് ഇൻഫീരിയർ പ്ലഷറിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ തന്റെ കണ്ണ് കുരുടായിരിക്കുന്നത് കാണാൻ പോലും പറ്റുന്നില്ല. പക്ഷെ 3-ാം വാക്യം കണ്ടോ? ഞാൻ 3-ഉം 4-ഉം താഴോട്ട് വായിക്കുമ്പോൾ അപ്പൊ തന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു? ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. തന്റെ അവസ്ഥയെ പറ്റി താന് പറയുന്നത് നിത്യമായ ഞരക്കം. എനിക്ക് തോന്നുന്നു നമ്മുടെ ഏറ്റവും വലിയൊരു പാപം എന്ന് പറയുന്നത് വിശ്വാസക്കുറവാണ്. നമുക്ക് കർത്താവിനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല, കർത്താവിന്റെ ക്യാരക്ടർ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഓരോ സന്ദർഭത്തിലും കർത്താവ് കൊണ്ടുവന്ന ചേഞ്ചസ് നമ്മളങ്ങ് നിർബന്ധമായിട്ട് പറയുക, ഇങ്ങനെ തന്നെ ഞാൻ ചെയ്യും, ഇങ്ങനെ ഈ വഴിയിൽ ഞാൻ നടക്കും, എനിക്ക് ഇതേ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പാപമായിട്ട്, അല്ലെങ്കിൽ തെറ്റായിട്ടാ ദൈവത്തിന് സങ്കടം വരുന്ന സമയമാണ്. പക്ഷെ ദൈവത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ എന്തോ പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെ മിണ്ടാതിരിക്കുമ്പോൾ എന്റെ അസ്ഥികളാ ക്ഷയിച്ചു പോകുന്നത്. രാവും പകലും നിന്റെ കൈ എന്റെ മേൽ ഭാരമായിരുന്നു. ഒരു കാര്യം പറയട്ടെ പ്രിയപ്പെട്ടവരെ, അതായത് നമ്മൾ കർത്താവിനെ അനുസരിക്കാതെ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയാതെ ഇരിക്കുമ്പോൾ, നമ്മുടെ പാപങ്ങൾ എന്താന്ന് നമുക്ക് മനസ്സിലാകാതെ ഇരിക്കുമ്പോൾ പോലും കർത്താവിന്റെ കൈ എന്റെ മേൽ ഭാരമായിരുന്നു. കാരണം കർത്താവിന് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മുടെ മേലെ. എന്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്തിൽ എന്ന പോലെ വറ്റിപ്പോയി. അങ്ങനത്തെ ഒരു അനുഭവം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. നമുക്കറിയാം അങ്ങനത്തെ അനുഭവങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. ആരോടെങ്കിലും ഒരാളോട് സ്ട്രെയിൻ ഉള്ളപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് പലപ്പോഴും സംഭവിക്കാറുള്ളത്. അത് കഴിഞ്ഞ് 6-ാമത്തെ വാക്യം, അഞ്ചാമത്തെ വാക്യം തന്നെ, ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു, എന്റെ അകൃത്യം മറച്ചതുമില്ല, എന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു, അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു.
ദാവീദിന് നാഥാൻ പ്രവാചകനെ ദൈവത്തിന് അയക്കേണ്ടി വന്നു. പക്ഷെ ദൈവത്തിന് സ്തോത്രം, നാഥാൻ പ്രവാചകന് കാര്യം പറഞ്ഞപ്പോൾ ദാവീദ് തന്റെ കുറ്റം ഏറ്റു പറഞ്ഞു ദൈവത്തോട്. പലപ്പോഴും ദൈവം നമ്മുടെ അടുത്തോട്ട് ദൈവത്തിന്റെ മക്കളെ അയക്കും. നീ ചെയ്യുന്ന വഴി തെറ്റാണ്, നീ അങ്ങനെ ചെയ്യരുത് എന്ന് പറയും. പക്ഷെ പിന്നെയും നമ്മൾ അത് എടുക്കാറില്ല. പലപ്പോഴും നമ്മൾ പിന്നെയും നമ്മുടെ പാപ വഴികളിൽ പോകാൻ തന്നെയാണ് നമുക്ക് ആഗ്രഹം. ദൈവമക്കൾ വഴി, ദൈവത്തിന്റെ വചനം വഴി ദൈവം ഓർപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. അത് ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. ദൈവത്തിന്റെ വിശ്വസ്തതയിലാണ് ദൈവം നമുക്ക് നമ്മുടെ കുറവുകളെ നമുക്ക് കാണിച്ചു തരുന്നത്. പക്ഷെ നമ്മൾ ആ സ്റ്റബേണാ പലപ്പോഴും. നമുക്കത് മാറ്റാൻ ആഗ്രഹമില്ല. നമുക്ക് ഇങ്ങനെ തന്നെ പോകാൻ പറ്റുള്ളൂ. നമുക്ക് വിശ്വാസം പലപ്പോഴും വർദ്ധിച്ചു തരാനായിട്ട് കർത്താവ് സാഹചര്യങ്ങളെ തരുമ്പോഴും നമുക്ക് പിന്നെയും നമ്മൾ വറി ചെയ്യും. എനിക്ക് തോന്നുന്നു ഏറ്റവും കർത്താവിന് സങ്കടം വരുന്നതാണ് വറി, അല്ലെങ്കിൽ പേടി. ഇവിടെ കർത്താവ് എന്തോ പറയുന്നു നോക്കിയേ, 6-ാം വാക്യത്തില്, ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താകുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും, പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവന്റെ അടുക്കലോളം എത്തുകയില്ല. ദാവീദ് പറയുക, ഞാനിങ്ങനെ അകൃത്യത്തിൽ ഇരിക്കുമായിരുന്നു, ഫൈനലി എന്റെ അകൃത്യം എനിക്ക് കാണിച്ചു തന്നു, അത് ഞാൻ ദൈവത്തോട് ക്ഷമ ചോദിച്ചു. അപ്പോഴെന്തുവാ അത് കഴിഞ്ഞുള്ള ജീവിതത്തിലെ ഭാഗ്യമാ പറയുന്നത്. അതായത് പെരുവെള്ളം പോലെ ഒരു കഷ്ടത വരുക, പെരുവെള്ളം പോലെ. അത് ഇംഗ്ലീഷിൽ എങ്ങനെ പറഞ്ഞിരിക്കുന്നത്, വേഴ്സ് 6, therefore surely in a flood of great waters they will not reach him. വലിയ ഡാം പൊട്ടി ഒഴുകി വരുക, അത് എന്റെ അടുത്ത് എത്തത്തില്ലെന്നാ സങ്കീർത്തനക്കാരൻ പറയുന്നത്. ഇറ്റ് വിൽ നോട്ട് റീച്ച് മീ, എന്റെ അടുത്തോട്ട് അത് വരത്തില്ല. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ, വലിയ പ്രയാസം വരുമ്പോൾ, ഞാൻ പിന്നെയും പറയട്ടെ, ദൈവം അതായത് ഏറ്റവും വലുത് നമ്മുടെ വിശ്വാസക്കുറവ്. നമുക്ക് കർത്താവ് വലിയ പ്രശ്നങ്ങൾ വന്നാലും നമ്മുടെ അടുത്തോട്ട് അത് വരാതിരിക്കാനായിട്ട് കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ നമുക്ക് എന്ത് പറ്റും? നമുക്ക് ആ കർത്താവിനോടായിട്ടുള്ള അടുപ്പം വരുന്നില്ല. കർത്താവിനെ ഫുള്ളായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമുക്ക് കർത്താവിനുള്ള ആശ്രയം കുറഞ്ഞു പോവുക. ഞാൻ എപ്പോഴും ചിലപ്പം ഞങ്ങൾ പലപ്പോഴും ഞാനും എന്റെ ഫ്രണ്ട്സും ഡിസ്കസ് ചെയ്യാറുണ്ട്. ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് ഭയങ്കര വിശ്വാസമാണ്, പക്ഷെ ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ നമുക്ക് വിശ്വാസം വരുന്നില്ല. ഇങ്ങനെ ഞാൻ എപ്പോഴും എന്റെ ഒരു ഫ്രണ്ട് പറയാറുണ്ട്, ബ്ലൈൻഡ് സ്പോട്ടാ നമ്മുടെ. ശരിയാ, അത് ചില 99% കാര്യത്തിൽ നമ്മൾ വിശ്വസിക്കും, അത് കഴിഞ്ഞ് 1% നമ്മൾ തള്ളും. അപ്പൊ ആ 1% എന്തു ചെയ്യും? നമ്മളെ അങ്ങ് തിന്നുകളയും. നമുക്കൊരു ശക്തിയില്ല, നമ്മുടെ മജ്ജകളെ തിന്നുകളയും എന്നുള്ള രീതിയിൽ അവിടെ വരുന്നത്. അപ്പൊ കർത്താവിന്റെ കൈ തന്നെ നമ്മുടെ മേലെ ഭാരമായ പോലത്തെ അവസ്ഥയാണ്. അതേസമയം നമ്മുടെ അകൃത്യം ക്ഷമിച്ചു കിട്ടിക്കഴിഞ്ഞാൽ പെരുവെള്ളം കവഴുമ്പോഴും അതിന്റെ അടുക്കലോളം എത്തുകയില്ല. നീ എനിക്ക് മറവിടമാകുന്നു, നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും. നീ എനിക്ക് മറവിടമാകുന്നു എന്നുള്ളത് എനിക്ക് ബ്യൂട്ടിഫുൾ. യു ആർ മൈ ഹൈഡിങ് പ്ലേസ്, യു സറൗണ്ട് മീ വിത്ത് സോങ്സ് ഓഫ് ഡെലിവറൻസ്, യു പ്രിസർവ് മീ ഫ്രം ട്രബിൾ. അതായത് കർത്താവിന്റെ ആ മറവിൽ നമുക്ക് ആശ്രയിക്കാൻ പറ്റും. യു ആർ മൈ ഹൈഡിങ് പ്ലേസ്. നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ എവിടെയെങ്കിലും ഓടിപ്പോവാൻ തോന്നാറില്ലേ? ദാവീദ് ഇവിടെ പറയുക, കർത്താവാ നമ്മുടെ ഹൈഡിങ് പ്ലേസ്. നമുക്ക് ഓടിപ്പോയി ഒളിച്ചിരിക്കാം, നമുക്ക് എവിടെയെങ്കിലും പോയി കിടന്നാൽ മതി എന്ന് തോന്നത്തില്ല. അത് കർത്താവാ. നമുക്ക് അങ്ങനെ അങ്ങ് ചെയ്യാൻ പറ്റും. നമ്മൾ അങ്ങനെ കർത്താവിൽ ആശ്രയിച്ചിട്ട് നമ്മുടെ എല്ലാം അൺനോൺ ഫ്യൂച്ചറിനെ ദൈവം ഇനി എന്ത് ചെയ്യും? ദാവീദ് ഷുവറായിട്ടും ഈ തെറ്റിൽ കൂടി കടന്നു അവസാനം ക്ഷമ പ്രാപിച്ചപ്പോൾ ദാവീദ് വിചാരിച്ചാണ്, കർത്താവെ ഇതൊരു നാണക്കേടാ, നാഥാൻ പ്രവാചകൻ ഇങ്ങോട്ട് വന്ന് പറയും, ഇപ്പൊ ആരൊക്കെ അറിഞ്ഞു കാണും. പക്ഷെ ഇതെല്ലാം അങ്ങനെയാണെങ്കിൽ പോലും കർത്താവ് ദാവീദ് പറയുക, കാരണം ദാവീദിന് കർത്താവിന്റെ ക്യാരക്ടർ അറിയാം. കർത്താവ് ക്ഷമിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇന്ന് രാവിലെ അത് വായിക്കുമായിരുന്നു, പിന്നെ കർത്താവ് അത് ഓർക്കത്തില്ല. കർത്താവ് സാഹചര്യങ്ങളെ അങ്ങനെ വരുത്തും. നമ്മുടെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങൾ നമ്മൾ വിചാരിക്കും, അയ്യോ ദൈവം ക്ഷമിച്ചാലും ആൾക്കാർ ക്ഷമിക്കുമോ എന്ന് നമ്മൾ ചിന്തിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ അത് പിന്നെ ഹോണ്ട് ചെയ്യത്തില്ലെന്ന്. ഇല്ല പ്രിയപ്പെട്ടവരെ, കർത്താവ് മറന്നാൽ ആൾക്കാർ മറക്കാനുള്ള സിറ്റുവേഷൻസും കർത്താവ് ഉണ്ടാക്കും. എന്റെ ജീവിതത്തിൽ പലപ്പോഴും അനുഭവിച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. നമുക്ക് നമ്മൾക്ക് ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഒരു തെറ്റും ഇല്ല നമുക്ക് തോന്നുകയാണെങ്കിൽ കർത്താവിനോട് നമുക്ക് ചോദിച്ചുകൊണ്ടേയിരിക്കാം. കർത്താവെ, 139 സംഘത്തിന്റെ അവസാനം പറയുന്ന പോലെ, കർത്താവെ ഏതെങ്കിലും കുറവെങ്കിലും ഉണ്ടോ എന്ന് കാണിച്ചു തരണേ എന്ന് നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം. കർത്താവ് അത് കാണിച്ചു തരും. കർത്താവ് അത് ക്ഷമിച്ചു തരും. കർത്താവിനോട് ക്ഷമ ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും ക്ഷമിക്കും. കാരണം കർത്താവ് അതിനും കൂടെ വേണ്ടിയാ കർത്താവ് ക്രൂശിൽ രക്തം ചിന്തിയത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് ആദ്യം വായിച്ച വാക്യത്തിലോട്ട് വരട്ടെ. 8-ാമത്തെ വാക്യം. ഇതാ ദൈവം എനിക്ക് കഴിഞ്ഞ ആഴ്ച മുഴുവൻ എന്റെ ജീവിതത്തിൽ ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി എനിക്ക് കാണിച്ചു തരും.
ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഇനിയും നമുക്ക് ഒരിക്കലും മാറ്റത്തില്ല എന്ന് കർത്താവ് എന്നോട് പറയുമ്പോൾ ഞാൻ ഈ വിഷമിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ അങ്ങോട്ട് പോകുമ്പോ അങ്ങോട്ട് ഞാൻ ഓർക്കുമായിരുന്നു, ഞങ്ങളുടെ വർക്ക് പ്ലേസിൽ ഒരു വലിയ ഡിസിഷൻ ഞങ്ങൾക്ക് വേണമായിരുന്നു. ഒരു 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 കൊളീഗ് റിസൈൻ ചെയ്ത് പോയി. അപ്പൊ ഇനി അടുത്തൊരാളെ വേണം. ഞങ്ങൾ ഇന്നലെ സംസാരിക്കുമായിരുന്നു, എങ്ങനെയാ കർത്താവ് ആ നമ്മൾ എടുക്കേണ്ടാത്ത തീരുമാനം എടുക്കാതെ ആ കറക്റ്റ് ആയിട്ടുള്ള അങ്ങ് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുക. ദൃഷ്ടി വെച്ച് ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങൾ കർത്താവ് സംഭവിപ്പിക്കുക. ഞങ്ങൾക്ക് ഒരു കൊളീഗിനെ വേണമെന്ന് ചിന്തിച്ചപ്പോൾ അവരെ ഇന്നലെ ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നു. ഞങ്ങൾ അന്വേഷിച്ചു പോയതല്ല, ഇങ്ങോട്ട് മുമ്പിൽ കൊണ്ടുവന്നു. ദൈവം ആലോചന പറഞ്ഞു തരാന്, നടത്താന് കർത്താവ് വില്ലിങ്ങ, കർത്താവ് വിശ്വസ്തന, കർത്താവ് സമർത്ഥന, കർത്താവ് ശക്തിമാന. പക്ഷെ ഒരു കാര്യമുണ്ട് അതിനകത്ത്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, കർത്താവ് ആലോചന പറഞ്ഞു തരുമ്പോൾ 9-ാമത്തെ വാക്യം, നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവർ കഴുതയെയും പോലെ ആകരുത്. കർത്താവ് പറയുന്നത് ബുദ്ധിയില്ലാത്ത കുതിരയ്ക്ക് ഒത്തിരി ശക്തിയുണ്ട്. പക്ഷെ കർത്താവിടെ പറയാ ബുദ്ധിയില്ലാത്ത കുതിര കോവർ കഴുതയും പോലെ ആകരുത്. അവയുടെ ചമയങ്ങളായ കടിഞ്ഞാണ് മുഖപ്പട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നു, അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകുകയില്ല. ഒരു കുതിരയോ അല്ലെങ്കിൽ ഇങ്ങനെ അവരെ ഇങ്ങനെ കുതിര അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്ട്രാക്ട് ആവാതെ അതിന്റെ കണ്ണിങ്ങനെ ആ സൈഡിലോട്ട് നോക്കാതെ ഇങ്ങനെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കഴുത തെറ്റിപ്പോയാൽ ഞാൻ അടിക്കേണ്ടി വരും. അങ്ങനത്തെ സാഹചര്യം നമുക്ക് വരാതെ ഇരിക്കട്ടെ. കർത്താവ് ചിലപ്പോൾ നമ്മളോട് അത്രയും സ്നേഹം ഉള്ളത് കൊണ്ട് നമ്മൾ തെറ്റിപ്പോകാതിരിക്കാൻ നമ്മളെ അടിക്കേണ്ടി വരും. ആ അടി അതിന്റെ എന്താ ആവശ്യം എന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു. അതിന്റെ ആവശ്യമില്ല പ്രിയപ്പെട്ടവരെ. കർത്താവ്, ഒരു വാക്യം ഞാൻ ഇന്നലെ വായിച്ചത്, ഒരു കോട്ട് ഞാൻ വായിച്ചത് ഞാനൊന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുക. ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. The horse and the mule are turned with difficulty. They must be constrained with bit and bridle. Do not be like them. Do not oblige your maker to have continual recourse to afflictions, trials, and severe dispensations of providence to keep you in the way or to recover you after you have gone out of it. ഞാൻ വായിക്കാം. Do not oblige your maker to have continual recourse to afflictions, trials, and severe dispensations of providence to keep you in the way or to recover you after you have gone out of it. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇവിടെ ക്ലാർക്ക് എന്ന് പറഞ്ഞ ഒരു ദേവദാസൻ എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ വായിച്ചത്. അതായത് ദൈവം നമ്മളെ ശിക്ഷിച്ച് ദൈവം നമ്മളെ ഒരു ദൈവത്തിന്റെ വഴിയിലോട്ട് കൊണ്ടുവരാനായിട്ട് ഇടവരാതെ ഇരിക്കട്ടെ. അതാ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. 10-ാം വാക്യം, ദുഷ്ടന് വളരെ വേദനകളുണ്ട്. ഇവിടെ ദാവീദ് തന്നെ പറ്റി തന്നെ പറഞ്ഞിരിക്കുന്നത്, താൻ തെറ്റിപ്പോയ സമയത്ത് ഒരു ദുഷ്ടനായിട്ട് തന്നെ കൺസിഡർ ചെയ്തിട്ട് പറയുക, വളരെ വേദനകളുണ്ട്. യഹോവയിൽ ആശ്രയിക്കുന്നവനെയോ ദയ ചുറ്റിക്കൊള്ളും. എത്ര വലിയ ബ്ലെസ്സഡ്നെസ്. അതായത് he who trusts in the Lord, loving kindness shall surround him. ദയ അവനെ ചുറ്റിക്കൊള്ളുന്ന. നമ്മൾ പേടിക്കാതെ, നമ്മൾ വിഷമിക്കാതെ, നമുക്ക് എന്താവും നമ്മൾ ചിന്തിക്കാതെ നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ചാല്, യഹോവയിൽ ആശ്രയിക്കുന്നവനെ ദയ ചുറ്റിക്കൊള്ളും. ദൈവത്തിന്റെ ദയ ചുറ്റിക്കൊള്ളുന്നത്. പിന്നെ നമുക്ക് എന്തെങ്കിലും പേടിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ പ്രിൻസിപ്പലിന്റെയോ നമ്മുടെ സാറിന്റെയോ നമ്മുടെ ബോസിന്റെയോ ദയ നമ്മളെ ചുറ്റിക്കൊണ്ടാൽ നമുക്ക് എത്ര ആശ്വാസം അല്ലെ? പക്ഷെ ദൈവത്തിന്റെ ദയാണെങ്കിലോ, നമ്മൾ എവിടെ പോയാലും ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്ന ദൈവം. നമുക്ക് ഒരു സെക്കൻഡ് ഇപ്പൊ ആക്ച്വലി ഇന്നിപ്പം നമ്മൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുക, ഇവിടുന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ സിറ്റുവേഷൻ ദൈവത്തിനറിയാം. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ട മകന് ഒരു സർജറി ആവശ്യം ഉണ്ടായിരുന്നു. കറക്റ്റ് ആയിട്ട് ആ സർജറിയുടെ സമയത്ത് ദൈവം ട്രാവൽ ചെയ്ത് വന്നതുകൊണ്ട് ഏറ്റവും ബ്ലെസ്സഡ് ആയിട്ട് നടക്കാൻ പറ്റി. ആ വഴിയിലായിരുന്നെങ്കിലോ അല്ലെങ്കിൽ നേരത്തെ ആയിരുന്ന സ്ഥലത്തായിരുന്നെങ്കിലോ ഈ രീതിയിലുള്ള ആ സർവീസസ് കിട്ടത്തില്ലായിരുന്നു. കർത്താവ് എങ്ങനെയാ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്നത്. എത്ര വലിയ ദൈവമാ. ഓരോ സ്റ്റെപ്പിലും നമ്മളെ നടത്താൻ പറ്റുന്ന ദൈവം. ഇന്നലെ എനിക്കൊരു സ്ഥലത്ത് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. എനിക്ക് പോകാൻ സമയം കിട്ടുന്നില്ലായിരുന്നു. ഞാനത് കർത്താവിൽ അങ്ങ് വെച്ചു. എന്ത് ചെയ്തു? കർത്താവ് ഇടയ്ക്കൂടെ ഒരു സമയം സ്ക്വീസ് ചെയ്ത് തന്നു ആ സ്ഥലത്ത് പോകാനായിട്ട്. അങ്ങനെയാ കർത്താവ് ദൃഷ്ടി വെച്ച്. കർത്താവ് ഉടനെ മനസ്സിൽ തോന്നിക്കും ഇന്ന കാര്യം ചെയ്യ്. ദൈവം നമ്മൾ ആ ദൈവവചനത്തിൽ മുഴുകി, ദൈവവചനം വായിച്ച്, ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവവചനം കേൾക്കുന്നത് ഹൃദയത്തിലോട്, കർത്താവെ
എനിക്ക് വേണ്ടിയുള്ള വചനമാണല്ലോ. റെഗുലറായിട്ട് നമ്മൾ കേൾക്കുമ്പോൾ ആ രീതിയിൽ നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ തെറ്റുകളെ മനസ്സിലാക്കി ക്ഷമ ചോദിച്ച് മുമ്പോട്ട് ജീവിക്കുമ്പോൾ കർത്താവ് ആ ദൃഷ്ടി വെച്ച ആലോചന പറഞ്ഞു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ അനുഭവം ദൈവത്തിന്റെ ദയ നമ്മളെ ചുറ്റുന്ന അനുഭവം നമ്മുടേതായിട്ട് തീരട്ടെ. നമ്മൾ ഓരോ സമയം ചെയ്യുമ്പോഴും നമ്മൾ യു കർത്താവ് എന്തോ അങ്ങ് ചെയ്തത്, എന്ത് ബ്യൂട്ടിഫുള്ളാ, എന്തൊരു വിശ്വസ്തയ ദൈവത്തിന്റെ എന്ന് നമ്മളിങ്ങനെ എപ്പോഴും പറയാനായിട്ട് ദൈവം ഇടവരുത്തട്ടെ. നമുക്ക് ആ കർത്താവിൽ രസിച്ച് സന്തോഷിച്ച് മുമ്പോട്ട് പോവാം. ദൈവത്തിന്റെ ദയ നമ്മളെ ചുറ്റുന്ന അനുഭവം നമ്മുടേതാക്കാം. നമ്മുടെ കയ്യിൽ അതിന്റെ താക്കോൽ കർത്താവിന്റെ കയ്യിലല്ല. നമ്മുടെ അകൃത്യത്തെ കണ്ടുപിടിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് സെൻസിറ്റീവായി ഞാൻ അങ്ങനെ ചെയ്യത്തില്ല, ദൈവം പറഞ്ഞ പോലെ ഞാൻ ചെയ്യും, ദൈവം കാണിച്ചു തരുന്ന വഴിയിൽ ഞാൻ നടക്കും, എന്റെ അകൃത്യം ഉണ്ടെങ്കിലും ഞാൻ അത് കണ്ടുപിടിച്ച് ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല. കർത്താവ് പണ്ട് നാഥാനെ അയക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, നാഥാന് വഴിയിൽ യാത്ര ചെയ്ത് വരേണ്ട ആവശ്യമില്ല. ഇന്ന് നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ നാഥാൻ നമ്മുടെ കയ്യിലുണ്ട്. ഈ വചനം വായിച്ച് നമ്മുടെ കുറ്റങ്ങളെ കുറവുകളെ കണ്ടുപിടിച്ച് ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിച്ച് ദൈവത്തിന്റെ കൂടെ നമ്മൾ നടക്കുമ്പോൾ ദൈവത്തിന്റെ ഈ ദൃഷ്ടി വെച്ചിട്ടുള്ള നമ്മുടെ ആലോചന പറഞ്ഞതിന് നമുക്ക് മനസ്സിലാകും. നമ്മൾ ഭാവിയെ പറ്റി വിഷമിക്കേണ്ട, കർത്താവിന്റെ ദയ നമ്മളെ ചുറ്റിക്കൊള്ളും. കർത്താവ് ദൃഷ്ടി വെച്ച ആലോചന പറഞ്ഞു തരും. അത് ദൈവം ചെയ്യുമ്പോൾ നമ്മളത് കേൾക്കാതെ ഇരിക്കാൻ ഇടവരാതെ ഇരിക്കട്ടെ. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ വചനം അവസാനിപ്പിക്കാം. ആർക്കെങ്കിലും പ്രാർത്ഥിക്കാം? Lord, our loving Heavenly Father, we thank you, Lord Father, for this time, Lord. Karthave, thank you, Lord Father, for speaking to us, Lord. Thank you, Lord Father, for your favor upon us, Lord. കർത്താവെ, ഞങ്ങൾ പലപ്പോഴും കർത്താവെ അങ്ങേ ട്രസ്റ്റ് ചെയ്യാതെ കർത്താവെ, we trust, Lord Father, and when we look into the situations, Lord Father, we take our eyes off you, Lord. But thank you, Lord Father, because you are there for us, Father, in each of our situations, Lord Father, and help us to put our faith in you, Lord. Thank you, Lord Father, because as your word says, Father, Lord Father, that your Lord Father, you surround us, Lord Father, and you are there, Father, to bring us out of any situation, Lord. Thank you, Father, for this time, Lord. In Jesus' precious name we pray. Amen. Amen. Praise the Lord.